നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 17 വയസ്സ് പ്രായമുള്ള +2 വിദ്യാർത്ഥിയെയും കൊണ്ട് അച്ഛനമ്മമാർ വരികയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ പ്രത്യേകത, അവന് സുഹൃത്തുക്കളൊന്നുമില്ല. സുഹൃത്തുക്കൾ വേണമെന്ന് അവന് താല്പര്യവുമില്ല. ഇതാണ് മാതാപിതാക്കൾ പറയുന്നത്. അവനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് അവൻ്റെ മുറിക്കുള്ളിൽ അടച്ചിരുന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ച് എന്തൊക്കെയോ പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ആരോടൊന്നും പറയില്ല. കൂടുതൽ അങ്ങോട്ട് പോയി അവനെ ചോദ്യം ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ ശല്യം ഉണ്ടാക്കാതെ ഒന്ന് പോയി തരുമോ എന്ന് മാത്രം പറയും. അതും പതിഞ്ഞ ശബ്ദത്തിലാണ് പറയുന്നത്. പഠിക്കാൻ ശരാശരി നിലവാരമൊക്കെ പുലർത്തുന്നുണ്ട്. പക്ഷേ വളരെ വിചിത്രമായിട്ടുള്ള പല സ്വഭാവ സവിശേഷതകളും അവൻ കാണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുമ്പോഴും വലതുകാല് വെച്ചേ കയറും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ധൃതി വെച്ച് പോകുമ്പോൾ ഇടതുകാല് വെച്ച് അങ്ങാണം കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ തിരിച്ച് പുറകോട്ട് വരും. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നടന്ന് വലതുകാല് വെച്ച് മാത്രം കയറും. ഈ രീതിയിലുള്ള ചില രീതികൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രേതങ്ങളെക്കുറിച്ചും പിശാചുക്കളെക്കുറിച്ചും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവരെയൊക്കെ എങ്ങനെ കാണാൻ പറ്റും, ഇവരോട് എങ്ങനെ ആശയവിനിമയം നടത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അധ്യാപകർ പറയുന്നത്, ഇവനൊരു ക്ലാസ്സിലൊരു മൂലയിൽ പോയി ഇങ്ങനെ ഇരിക്കും, ആരോടും സംസാരിക്കില്ല. ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചാലും ഒരു വാക്കിലൊക്കെയാണ് മറുപടി പറയുന്നത്, അതിൽ കൂടുതൽ മിണ്ടത്തില്ല. ഒന്ന് വഴക്ക് പറഞ്ഞ് നോക്കിയാൽ ഇവൻ നേരെയാവുമെന്ന് വിചാരിച്ചാൽ എത്ര വഴക്ക് പറഞ്ഞാലും യാതൊരു ഭാവമാറ്റവും ഇല്ല. മുഖത്തൊരു പ്രത്യേകതരം എക്സ്പ്രഷനുമായിട്ട് അങ്ങ് ഇരിക്കുമെന്നാണ് പറയുന്നത്. ഇനി അവന് ഒന്ന് പുകഴ്ത്തി നോക്കാം, ഒന്ന് പ്രോത്സാഹിപ്പിച്ച് നോക്കാമെന്ന് കരുതി രണ്ട് നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും പ്രയോജനമൊന്നുമില്ല, യാതൊരു പ്രതികരണവും ഇല്ലാതിരിക്കും. കൂട്ടുകാർ ചില ആൾക്കാരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇയാൾ എന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാർ പറയുന്നത്, ഒരു രക്ഷയില്ല, അവനോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു അന്റാർട്ടിക്കൻ പര്യടനത്തിന് പോകുന്ന ഒരു ഫീലാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അത്രയ്ക്കൊരു തണുപ്പൻ പ്രകൃതമാണ്. വളരെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് തന്നെ ബോറടിക്കും. അത് ഇവനും മറ്റുള്ളവരോട് സംസാരിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അധികം നേരം ഇൻട്രാക്റ്റ് ചെയ്യില്ല. എന്തെങ്കിലും ചോദിച്ചാൽ ഒരു വാക്കല്ല 2 വാക്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ട് അതുവഴി അങ്ങ് പോവുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും ഇയാൾക്ക് അമിതമായിട്ടുള്ള ഉത്കണ്ഠയോ സഭാകമ്പോ ഒക്കെ കൊണ്ടായിരിക്കും, അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ ആൾ ശരിയാവുമെന്ന്. പക്ഷേ അതുമല്ല, ഇദ്ദേഹത്തിന് അങ്ങനെ ഉത്കണ്ഠയോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളിക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ പുള്ളി പോകുന്നുണ്ട്, പുള്ളി താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിനൊന്നും മടിയൊന്നുമില്ല. പക്ഷേ സുഹൃത്തുക്കൾ വേണമെന്ന് പുള്ളിക്കില്ല. സുഹൃത്തുക്കളില്ലാത്തതിൽ നിനക്ക് വിഷമമില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഞാനിങ്ങനെ എൻ്റെ വഴിക്ക് പോയിക്കോളാം, എന്നെ ശല്യം ചെയ്യാൻ വരാതിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ചികിത്സയ്ക്ക് കൊണ്ടുവരാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഇപ്പം +2 പരീക്ഷ വന്ന സമയത്ത് പരീക്ഷയുടെ ദിവസം അതിൻ്റെ തലേ ദിവസമായപ്പോഴത്തേക്ക് പറയുകയാണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ശകുനം നന്നായില്ല, അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നാളെ രാവിലെ ഒരു കറുത്ത നിറമുള്ള ഒരു കാളയെ കൊണ്ടുവരണം. ഞാൻ പരീക്ഷ എഴുതാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കാളയെ തിരിച്ചു നിർത്തണം. കാളയുടെ ആ പൃഷ്ഠഭാഗം കണ്ടതിന് ശേഷം വേണം എനിക്ക് പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. ഇപ്പോൾ പണ്ടൊക്കെ കാലത്ത് ഇത്തരം ശകുനങ്ങളുടെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നു. അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവിടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആധുനിക കാലത്ത് അങ്ങനെയൊന്നും ആരും നിർബന്ധം പിടിക്കാറില്ല. പ്രത്യേകിച്ച് ഒരു നഗരത്തിൻ്റെ മധ്യത്തിൽ രാവിലെ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ലക്ഷണങ്ങളുള്ള ഒരു കാളയെ സംഘടിപ്പിച്ചുകൊണ്ട് നിർത്തണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് വളരെ അപ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ കുട്ടി വളരെ നിർബന്ധപൂർവ്വം ശഠിക്കുകയാണ്, ഈ സംഗതി കിട്ടാതെ ഞാൻ പരീക്ഷ എഴുതാൻ പോവില്ല. വീട്ടുകാർ സീരിയസ് ആയിട്ട് എടുത്തില്ല. പരീക്ഷയുടെ അന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറായില്ല. ഞാൻ പോവില്ല, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ തന്നെ ഈ പറഞ്ഞ ശകുനത്തിനുള്ള സംഗതി കൊണ്ടുവരണമെന്നുള്ളത്, അത് കൊണ്ടുവരാത്തതുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതാൻ പോകില്ല എന്ന് പറഞ്ഞൊരു വാശി കാണിച്ചങ്ങിരുന്നു. ഇതൊരു വളരെ വിചിത്രമായൊരു സംഗതിയായിട്ട് തോന്നിയതുകൊണ്ടാണ് വീട്ടുകാർ കൊണ്ടുവരുന്നത്. കാരണം അപ്പോഴേക്ക് 17 വയസ്സ് ഏതാണ്ട് കഴിഞ്ഞ് നമ്മൾ ചികിത്സയ്ക്ക് കൊണ്ടുവരുന്ന സമയമായപ്പോഴത്തേക്ക് 18 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞു. ആ വർഷത്തെ പരീക്ഷ എഴുതാൻ പറ്റിയുമില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് കുട്ടി ഇത്തരത്തിലുള്ള കുറേ അന്ധവിശ്വാസങ്ങളെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള കുറേ വിശ്വാസങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ നിൻ്റെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടല്ലോ, നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളുമുണ്ട്. നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളെല്ലാം ഇതേപോലെ ഈ ശകുനം രാവിലെ കണ്ടിട്ടാണോ വന്ന് പരീക്ഷ എഴുതുന്നത്? സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരു സാമാന്യ ബുദ്ധിയുള്ള കുട്ടികൾക്ക് മനസ്സിലാവും, ശരിയാണ്, എല്ലാവരും ഇങ്ങനെയൊന്നും കണ്ടിട്ടൊന്നും അല്ലല്ലോ വന്ന് എഴുതുന്നത്.
പക്ഷേ ഇദ്ദേഹം പറയുന്ന അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്ക് അത് വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഈ ഒരു അവസ്ഥയെ സ്കിസോടൈപ്പൽ ഡിസോർഡർ എന്ന് പറയും. അപ്പോൾ ഈ സ്കിസോടൈപ്പൽ ഡിസോർഡർ ഒരു വ്യക്തിത്വ വൈകല്യമാണ് എന്ന് കരുതപ്പെടുന്നുണ്ട്. മറ്റു ചില ആളുകൾ പറയുന്നൊരു വ്യക്തിത്വ വൈകല്യമല്ല, ഇതൊരു രോഗാവസ്ഥ തന്നെയാണ് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത ഒറ്റപ്പെട്ടിരിക്കാനുള്ള താല്പര്യമാണ്, തണുപ്പൻ സ്വഭാവം, പുകഴ്ത്തിയാലോ വിമർശിച്ചാലോ ഒന്നും ഒരു പ്രതികരണവുമില്ല, നിർവികാരമായിട്ടുള്ളൊരു ഭാവം. അതോടൊപ്പം തന്നെ ചില അന്ധവിശ്വാസങ്ങൾ. ഈ അന്ധവിശ്വാസങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഓരോ മുറിയിലേക്ക് കയറുമ്പോഴും വലതുകാല് വെച്ച് കയറണം, അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ വേണം ചില പ്രവൃത്തികൾ ചെയ്യാൻ, ചില നല്ല ദിവസങ്ങളിൽ ചില പ്രത്യേക ശകുനങ്ങൾ കാണണം, ഇല്ലെങ്കിൽ അത് ചെയ്യില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ നിർബന്ധങ്ങളും ശാഠ്യങ്ങളും ഒക്കെയാണ് ചില കുട്ടികൾക്ക് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്കിസോടൈപ്പൽ ഡിസോർഡർ തീർച്ചയായിട്ടും ദീർഘകാലത്തെ ചികിത്സ വേണ്ടി വരുന്നൊരു അവസ്ഥയാണ്. ഹ്രസ്വകാലത്തെ മരുന്ന് ചികിത്സകൾ വേണ്ടി വരും. കാരണം ഈ മനസ്സിലുള്ള ഈ അന്ധവിശ്വാസങ്ങളും ഈ ആവർത്തന സ്വഭാവമുള്ള ചില ചിന്തകളും ഒക്കെ മാറ്റാൻ മരുന്നുകൾ വേണ്ടി വരും. അതോടൊപ്പം തന്നെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ബിഹേവിയർ തെറാപ്പി, മനഃശാസ്ത്ര ചികിത്സകൾ, ഇത് രണ്ടും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ സാവധാനം ഇവരുടെ അവസ്ഥയിലൊരു മെച്ചം വരുന്നതായിട്ട് കാണുന്നു, ഒരു പുരോഗതി വരുന്നതായിട്ട് കാണുന്നു. പതിയെ 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 അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നന്ദി, നമസ്കാരം.